ഈ ഒരു അവസരത്തില് ഇത് പറയുന്നത് ശരിയല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഈ ഒരു അവസരത്തിലല്ലാതെ ഇത് പറയാതിരിക്കാനും വയ്യ. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയപ്പം കളക്ടറുടെ ആദ്യത്തെ പോസ്റ്റുകളിൽപ്പെട്ട ഒന്നാണ് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് വരണം, ഒരുപാട് റിമോട്ട് ഏരിയകളിലേക്ക് പോകാൻ ഈ ഒരു 4x4 വാഹനങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത്. എല്ലാ വർഷവുമായിട്ട് ഇപ്പൊ തുടരെ പ്രകൃതി ദുരന്തങ്ങളും വേലിയേറ്റവും വെള്ളക്കയറ്റവും അതിശക്തമായ മഴ കാരണം വെള്ളം പൊന്തിയിട്ട് പല ഏരിയകൾക്കും വണ്ടി പോകാൻ പറ്റാതിരിക്കുമ്പോഴൊക്കെ ഈ മോഡിഫൈഡ് ചെയ്ത ജീപ്പുകളാണ് എത്തിയിട്ട് പല മേഖലയിൽ നിന്നും ആളുകൾ രക്ഷിച്ചുകൊണ്ടുന്നത്. ആ ഒരു സംഭവം കഴിഞ്ഞ ഉടനെ പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്തായാലും MVD വാഹനങ്ങളൊക്കെ വെക്കും. ഞാൻ ചോദിക്കാണ്, പ്രാക്ടിക്കലായിട്ടൊരു നിയമം ശരിക്കും ഈ ഒരു സംവിധാനത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റൂലേ? ഞാൻ പല രാജ്യത്തും കണ്ടിട്ടുണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ നിയമത്തിന്റെ പരിധിയിൽ പെടുത്തിക്കൊണ്ട് തന്നെ അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പല സംഭവങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഈ മുന്നിലൊരു വിഞ്ച് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വണ്ടിയിൽ സ്നോർക്കൽ വെച്ചോണ്ടോ ഒരു അപകടം വരാൻ പോകണമെന്ന് 100% ബോധ്യം എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും. ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന MV